നമസ്കാരം. നാളെ ഓഗസ്റ്റ് 1 പുതിയ മാസം ആരംഭിക്കുന്നതായ ദിവസം. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ചില ജ്യോതിഷപരമായ പ്രവചനങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതായത് ചില ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ മാസം ചില നക്ഷത്രക്കാരെ തേടിയെത്തും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ഈ സമയം ഇവർ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, സവിശേഷമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായ സമയമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാഭിമാനം വളരെയധികം ഉയരുന്നതായ അവസരങ്ങൾ വന്നു ചേരും, സന്ദർഭങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിഴ ഒടുക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ ഈ സമയം സന്തോഷകരമായ ചില നിമിഷങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ, ചില തർക്കങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ അത് ഭംഗിയായി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നത് മൂലം പല പ്രശ്നങ്ങളെയും വേരോടെ പിഴുത് എറിയുവാനും അഥവാ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം നക്ഷത്രനാഥന് നീചസ്ഥിതി വരുന്നത് ചെറിയ ചില തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പൊതുവിൽ ശുഭകരമാണ് സമയം. ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വ്യക്തി പ്രഭാവം നിങ്ങൾക്ക് സമൂഹത്തിൽ വളരെയധികം ആദരവ് നേടിത്തരുന്നതിന് സഹായകരമായി തീരും. അത്തരത്തിലും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. അതിനാൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പ്രവചനം. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാകുന്നതുമാണ്. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം യാത്രാക്ലേശത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കരാർ പണികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം അല്പം ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. എന്നാൽ നക്ഷത്രനാഥനായ സൂര്യന് സ്വക്ഷേത്ര ബലം വരികയാൽ ഈ സമയം നിങ്ങൾക്ക്, അതായത് ഈ മാസത്തിന്റെ രണ്ടാം പകുതി, ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ ആ കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഉദ്യോഗത്തിൽ ഉന്നതിയിലെത്തുവാൻ കഴിയും എന്നും പ്രവചനമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പുണർദം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് സമയം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല ഫലങ്ങളും അനുകൂലമായി ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രധാനമായും പല കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഔദ്യോഗികമായ രംഗത്ത് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ ഏതൊരു കാര്യം ചെയ്തില്ല എങ്കിൽ
അമളി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രവചനം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. അല്പം ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, മാസത്തിന്റെ രണ്ടാം പകുതിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലം. കുടുംബത്തിൽ നിന്നും ഈ സമയം വളരെയധികം പിന്തുണ, മാനസികപരമായ ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. തൊഴിൽ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വായ്പകൾ അല്പം അടച്ചു തീരുവാനുള്ള കാര്യങ്ങൾ സംഭവിക്കാം. സമയം നീട്ടിക്കിട്ടാം. കൂടാതെ ഈ സമയം ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. ജോലി ലഭിക്കാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. വ്യാഴം, ചൊവ്വ എന്നിവയുടെ അനുകൂലതയാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പ്രവൃത്തി ഗുണവും വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങൾക്ക്. അതിനാൽ തന്നെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രവചനം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത പ്രധാനമായും മാസത്തിന്റെ രണ്ടാം പകുതിയിലാണ് സംഭവിക്കുക. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ചില തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അതിനാൽ ജാഗരൂകരായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചില ചിന്തകൾ മൂലം സ്വസ്ഥത അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. പൂരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണ് പ്രവചനം. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും 2 വട്ടം ആലോചിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ, ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ആലസ്യം തുടങ്ങിയ കാര്യങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം. സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളും കൂടാതെ വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഈ സമയം യാത്രകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ ഈ സമയം വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്പം മെച്ചമുണ്ടാകുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ചില തർക്കങ്ങൾ അത് കുടുംബത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും വിട്ടുവീഴ്ചകളാൽ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ലാഭം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ തരണം ചെയ്യുവാനോ സമയം നീട്ടിക്കിട്ടുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.